ആഹാ! ഇതുപോലൊരു കൂട്ടാനും ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. എത്ര ചോറ് വേണേലും കഴിക്കും. മണമാണെങ്കിലോ ആലപ്പുഴ ഇരിക്കുന്ന എൻ്റെ അനിയത്തിയും ചോദിച്ചു എന്തൊരു മണമാടീന്ന്. നേരത്തെ ഞാൻ ഈ പുളിക്കുളമ്പ് കൂട്ടി ചോറുണ്ടപ്പോൾ കുറേ പേര് പറഞ്ഞായിരുന്നു ഇതിൻ്റെ റെസിപ്പി ഇടണേന്ന്. അപ്പോൾ ഇന്ന് കൈയോടെ ഇടാമെന്ന് വിചാരിച്ചിട്ടാ. ഇതിനു വേണ്ടി ആദ്യമേ കുറച്ച് സാധനങ്ങൾ പൊടിച്ചെടുക്കാനുണ്ട്. അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു ചട്ടിയിൽ മല്ലി, കുരുമുളക്, പിന്നെ ജീരകം, ഉലുവ, തുവരപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, കടുക് ഇത്രയും പിന്നെ വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും കൂടിയിട്ട് നല്ലതുപോലെ എണ്ണയൊന്നും ഇല്ലാതെ വറുത്തിടുക. എന്നിട്ട് വറുത്തതിനകത്ത് കുറച്ച് കായവും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ പൊടിച്ചങ്ങോട്ട് എടുക്കണം. എന്നിട്ട് വേറൊരു ചട്ടിയിൽ നല്ലെണ്ണ ഓർ വെളിച്ചെണ്ണ ഏതെങ്കിലും ഇട്ടിട്ട് കടുക് പൊട്ടിച്ച് ജീരകം, ഉലുവ, തുവരപ്പരിപ്പ്, വറ്റൽമുളക്, കറിവേപ്പില പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെളുത്തുള്ളിയും ഉള്ളിയാണ്, ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള, പിന്നെ ഞാൻ ചുണ്ടയ്ക്ക ഇട്ടിട്ടുണ്ട്, വഴുതനങ്ങ ഇട്ടിട്ടുണ്ട്. ഇത്രയും ഇട്ട് നല്ലതുപോലെ അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് മൂപ്പിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു തക്കാളി അരച്ചതും പുളിവെള്ളവും കൂടെ ചേർത്ത് നമ്മൾ നേരത്തെ പൊടിച്ച പൊടിയെല്ലാം കൂടെ ചേർത്ത് ഞാൻ ഇതിനകത്ത് എക്സ്ട്രാ ഇച്ചിരി നമ്മുടെ കോളിഫ്ലവർ വേവിച്ചതും കൂടിയിട്ട് എല്ലാം കൂടി തിളപ്പിച്ചെടുത്ത് നല്ല അടിപൊളി പുളിക്കുഴമ്പ് റെഡിയാവും.